ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലെ മൊഡ്യൂൾ 5-ലെ സ്റ്റെയർസ് എന്ന പോർഷനാണ്. ഈ മൊഡ്യൂളിലുള്ള ടോട്ടൽ സിലബസ് ആണിത്. മൊഡ്യൂൾ ഏകദേശം 2 പാർട്ടായിട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് ടോൾ ബിൽഡിങ്സും സെക്കൻഡ് പാർട്ട് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനും. ടോൾ ബിൽഡിങ്സ് പിന്നീട് ഒരു ദിവസം നമുക്ക് ക്ലാസ് എടുക്കാം. ഇന്ന് ഞാൻ എടുക്കുന്നത് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിലെ സ്റ്റെയർ എന്നുള്ള പോർഷനാണ്. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നമുക്കറിയാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ ഇതിൽ 3 പാർട്ടാണ്. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ 3 എണ്ണമാണ് നമ്മൾ പഠിക്കാനുള്ളത്: സ്റ്റെയർസ്, എലിവേറ്റേഴ്സ്, എസ്കലേറ്റേഴ്സ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർസും അതിൻ്റെ ലേ ഔട്ട് ആൻഡ് പ്ലാനിങ്ങും. അപ്പോൾ സ്റ്റെയർസിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർസ് യൂസ്ഡ് ഇൻ ബിൽഡിംഗ് വിത്ത് നീറ്റ് സ്കെച്ചസ്. 2018 ഡിസംബറിലുള്ള KTU ക്വസ്റ്റ്യനാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർസ്. ടൈപ്സ് ഓഫ് സ്റ്റെയർസ് തന്നെ ഒരുപാട് 10-15 മാർക്കിന് എഴുതാനുണ്ട്. പക്ഷേ 6 മാർക്കിനാണ് ചോദിച്ചത് തന്നെ വിത്ത് സ്കെച്ചസ് വരച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ മാർക്കിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ വളരെ ചുരുക്കി എഴുതേണ്ടതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർസ്. 2017 ജൂണിൽ ചോദിച്ചിരിക്കുന്ന 6 മാർക്കിൻ്റെ KTU ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻസ് രണ്ടും സെയിം ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെയർസ്. അപ്പോൾ 6 മാർക്കിനനുസരിച്ച് കൊണ്ട് വളരെ ചുരുക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റെയർസ്. എ സ്റ്റെയർ ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ബൈ വിച്ച് people and objects may pass from one level of a building to another. ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പീപ്പിളിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെയാണ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റൂമിന് പറയുന്ന പേരാണ് സ്റ്റെയർ കേസ്. ആൻഡ് ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റെയർ ഇൻ സ്റ്റെയർ കേസ് ഈസ് നോൺ ആസ് സ്റ്റെയർ വേ. Next, types of stairs. Stairs are classified into 3: straight stair, turning stair, and continuous stair. Turning stair again classified into 4: quarter turn stairs, half turn stairs, 3/4 turn stairs, bifurcated stair. And continuous stairs again classified into 2: circular or spiral stair and helical stair. സ്റ്റെയർസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഡയറക്ഷനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നേരം സ്ട്രെയിറ്റ് സ്റ്റെയർ ഒരേ ഡയറക്ഷനിൽ, അതിൻ്റെ സ്റ്റെപ്സുകളെല്ലാം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് സ്ട്രെയിറ്റ് സ്റ്റെയർസ് എന്ന് പറയും. ടേണിംഗ് സ്റ്റെയർസ് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ ഒരു ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുക. ഏതെങ്കിലും പൊസിഷനിൽ എത്തുന്നേരം, ക്വാർട്ടർ ലെങ്ത്തിലെത്തുന്നേരോ അല്ലെങ്കിൽ ഹാഫ് ലെങ്ത്തിലെത്തുന്നേരമൊക്കെ ടേൺ ചെയ്യുന്ന സ്റ്റെയർസിനെയാണ് ടേണിംഗ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂസ് സ്റ്റെയർസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സ്റ്റെയർസ്, ഇൻ ബിറ്റ്വീൻ ലാൻഡിംഗ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഡയറക്ഷനിൽ, സർക്കുലർ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പിലൊക്കെ റൺ ചെയ്യുന്ന സ്റ്റെയർസിനെയാണ് കണ്ടിന്യൂസ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് സ്റ്റെയർ. ഇൻ കേസ് ഓഫ് എ സ്ട്രെയിറ്റ് സ്റ്റെയർ ഓൾ സ്റ്റെപ്സ് ലീഡ് ഇൻ വൺ ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്റ്റെപ്പുകളും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയും. ഇൻ സ്ട്രെയിറ്റ് സ്റ്റെയർ ദർ ഈസ് നോ ടേണിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ദ സ്റ്റെയർ അറേഞ്ച്മെൻറ്റ്. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് 1 or 2 ഫ്ലൈറ്റ്സ്. ഫ്ലൈറ്റ്സ് മീൻസ് ഫ്ലൈറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ലാൻഡിങ്സ്. 2 ലാൻഡിങ്സുകളുടെ ഇടയിലുള്ള അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നമുക്ക് കാണാം, ദിസ് ഈസ് an elevation of a stair and this is a plan of stair. ഇതിൽ ഒരു ലാൻഡിംഗ് മുതൽ നെക്സ്റ്റ് ലാൻഡിംഗ് വരെയുള്ള സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ സ്റ്റെപ്പുകളും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രെയിറ്റ് സ്റ്റെയർ again classified into 2: straight flight stair and straight 2 flight stair with half landing. സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് സ്റ്റെയറിൽ
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ലാൻഡിങ് മുതൽ നെക്സ്റ്റ് ലാൻഡിങ് വരെ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് സ്റ്റെയർ എന്ന് പറയുന്നു. ഇൻ കേസ് ഓഫ് സ്ട്രെയിറ്റ് 2 ഫ്ലൈറ്റ് സ്റ്റെയർ, ഇവിടെ നമുക്ക് 2 ഫ്ലൈറ്റുകൾ കാണാം. അപ്പോൾ ഒരു ലാൻഡിങ് മുതൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മിഡിൽ ഒരു ലാൻഡിങ് വരുന്നുണ്ട്. ആ ലാൻഡിങ് വരെയുള്ളത് ഒരു ഫ്ലൈറ്റും മിഡിൽ ലാൻഡിങ് മുതൽ ലാസ്റ്റ് ലാൻഡിങ് വരെയുള്ളത് 2 സെക്കൻഡ് ഫ്ലൈറ്റുമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ 2 ഫ്ലൈറ്റുകൾ ഒരേ ഡയറക്ഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ സ്ട്രെയിറ്റ് 2 ഫ്ലൈറ്റ് സ്റ്റെയർ വിത്ത് ഹാഫ് ലാൻഡിങ് എന്ന് പറയാം. ദെൻ സ്ട്രെയിറ്റ് സ്റ്റെയറിൻ്റെ മറ്റൊരു പ്രത്യേകത, ദേ ആർ യൂസ്ഡ് വെൻ സ്പേസ് അവൈലബിൾ ഫോർ സ്റ്റെയർ കേസ് ഈസ് ലോങ് ബട്ട് നാരോ ഇൻ വിഡ്ത്. അതായത് നമ്മൾ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂം വളരെ സ്പേസ് കുറവാണ്, അല്ലെങ്കിൽ വിഡ്ത്ത് കുറവാണ്, നാരോ ഷേപ്പിലുള്ള റൂമാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റെയർസ് കൊടുക്കുന്നു. അവിടെ ടേണിംഗ് സ്റ്റെയർസ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റെയർസാണ് കൊടുക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ടേണിംഗ് സ്റ്റെയർ. ഇൻ കേസ് ഓഫ് എ ടേണിംഗ് സ്റ്റെയർ, ദ ഫ്ലൈറ്റ് ടേക്സ് എ ടേൺ. ഒരു ഡയറക്ഷനിൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുന്ന തരം സ്റ്റെയർസാണ് ടേണിംഗ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. There are 4 types of turning stairs: quarter turn stairs, half turn stairs, 3 quarter turn stairs, and bifurcated stairs. അതിൽ ഫസ്റ്റ് വൺ, quarter turn stairs. A stair turning through one right angle is known as a quarter turn stair. Otherwise it is called as L-shaped stair. അപ്പോൾ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തു, ഒരു ക്വാർട്ടർ ലെങ്ത് അല്ലെങ്കിൽ ഒരു 4-5 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ആംഗിളിൽ അതായത് 90 ഡിഗ്രിയിൽ ടേൺ ചെയ്യുന്ന തരം സ്റ്റെയർസിനെയാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർസ് എന്ന് പറയുന്നത്. ചേഞ്ചിങ് ഡയറക്ഷൻ ഐദർ ടു ദ ലെഫ്റ്റ് ഓർ ടു ദ റൈറ്റ്, ലെഫ്റ്റ് ഓർ റൈറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യുക, 90 ഡിഗ്രിയിൽ ചേഞ്ച് ചെയ്യുന്ന തരം സ്റ്റെയർസാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം? ടേൺ ക്യാൻ ബി ഫോംഡ് ഐദർ ബൈ ഇൻട്രൊഡ്യൂസിങ് ക്വാർട്ടർ സ്പേസ് ലാൻഡിങ് ഓർ ബൈ പ്രൊവൈഡിങ് വിൻഡേഴ്സ്. ഒരു ക്വാർട്ടർ ലെങ്ത്തിൽ ഒരു ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വിൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ നമുക്ക് സ്റ്റെയറിൻ്റെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാം. വിൻഡേഴ്സ് ഈസ് എ ടാപ്പറിംഗ് സ്റ്റെപ്പ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ്. ദ വിൻഡേഴ്സ് റേഡിയേറ്റ് ഫ്രം എ കോമൺ സെൻറ്റർ. വിൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടാപ്പറിംഗ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ത്ത്, ഒരു കോൺസ്റ്റൻറ്റ് വിഡ്ത്ത് ആയിരിക്കില്ല സ്റ്റെപ്പിന്. അതിൻ്റെ വിഡ്ത്ത് 0 ഒരു കോൺസ്റ്റൻറ്റ് വിഡ്ത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്ന തരം സ്റ്റെപ്സിനെയാണ് വിൻഡേഴ്സ് എന്ന് പറയുന്നത്. വിൻഡേഴ്സ് എന്താണ് നമുക്ക് ഫിഗറിൽ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 തരം സ്റ്റെയർസ് കാണാം. ഒന്ന് ക്വാർട്ടർ ടേൺ സ്റ്റെയർസ് വിത്ത് ലാൻഡിങ്, നെക്സ്റ്റ് വൺ ഈസ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ വിത്ത് വിൻഡേഴ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെയർ ഒരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്വാർട്ടർ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഒരു 4-5 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ലാൻഡിങ്ങിന് ശേഷം സ്റ്റെയറിൻ്റെ ഡയറക്ഷൻ 90 ഡിഗ്രിയിൽ ചേഞ്ച് ചെയ്യുന്നു. പ്ലാനിൽ നിങ്ങൾക്ക് കാണാം 90 ഡിഗ്രി അല്ലെങ്കിൽ എൽ ഷേപ്പിലാണ് ഈ സ്റ്റെയറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ലാൻഡിങ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ വിത്ത് വിൻഡേഴ്സ്, ഇവിടെ ഡയറക്ഷൻ 90 ഡിഗ്രിയാണ് ചേഞ്ച് ചെയ്യുന്നത്, എൽ ഷേപ്പ് തന്നെയാണ്. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് വിൻഡേഴ്സ് ആണ്. വിൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാണ്, ടാപ്പറിംഗ് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റിൽ വിഡ്ത്ത് 0, ദെൻ വിഡ്ത്ത് വേരി ചെയ്യുന്നു, ഒരു കോൺസ്റ്റൻറ്റ് ലെങ്ത്തിലേക്ക് വേരി ചെയ്യുന്നു. അപ്പോൾ വിഡ്ത്ത് സ്റ്റെപ്സ് എല്ലാം റേഡിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ സെൻറ്റർ പോയിൻ്റ് എന്നാണ്. ഇപ്പോൾ ഈ പ്ലാനിൽ നിങ്ങൾക്ക് കാണാം വിൻഡേഴ്സിൻ്റെ ഷേപ്പ് കാണാം, ടാപ്പറിംഗ് ഷേപ്പാണ്. ഒരു പോയിന്റിൽ 0 വിഡ്ത്തും നെക്സ്റ്റ് പോയിന്റിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് വിഡ്ത്തിലേക്ക് അത് ടേപ്പറിംഗ് എൻഡാണ്, ടേപ്പറിംഗ് ചെയ്തു പോവുകയാണ്. ടേണിംഗ് സ്റ്റെയറിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഹാഫ് ടേൺ സ്റ്റെയർസ്. എ സ്റ്റെയർ ടേണിംഗ് ത്രൂ 2 റൈറ്റ് ആംഗിൾസ് ഈസ് നോൺ ആസ് എ ഹാഫ് ടേൺ സ്റ്റെയർ. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റെയർ ടേൺസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ അറ്റ് 180 ഡിഗ്രി. അതായത് ഒരു സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്ത് 90 ഡിഗ്രിയിൽ 2 ടേൺസ് എടുക്കുന്നു. 2 ടേൺസ് ഒരേ ഡയറക്ഷനിൽ, either റൈറ്റ് ഡയറക്ഷൻ ഓർ ഇൻ ലെഫ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ 2 ഡയറക്ഷനിൽ ടേൺ ചെയ്യുമ്പോഴേക്ക് സ്റ്റെയറിൻ്റെ
സ്റ്റാർട്ട് ചെയ്ത ഡയറക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും. There are two types of half turn stairs. First one is dog-legged stair and second one is open newel stair. ഇതിൽ dog-legged stair. In this type of stair, the flight run in opposite direction and there is no space between them in plan. ഫ്ലൈറ്റ് റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സ്റ്റാർട്ട് ചെയ്ത ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ടേൺസ് എടുക്കുമ്പോഴേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുന്നു. ആൻഡ് ദർ ഈസ് നോ സ്പേസ് ബിറ്റ്വീൻ ദം ഇൻ പ്ലാൻ. ആ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ്. ദർ ഈസ് നോ സ്പേസ് ബിറ്റ്വീൻ ദം ഇൻ പ്ലാൻ. നമുക്ക് അതിൻ്റെ ഒരു പ്ലാൻ നോക്കാം. അപ്പോൾ ഇതൊരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ്. സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ 90 ഡിഗ്രിയിൽ രണ്ട് ടേൺസ് എടുത്തു, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റെയർ റൺ ചെയ്തു. പ്ലാനിൽ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തു, ഈ പൊസിഷനിലെത്തുന്ന നേരം ഒരു 90 ഡിഗ്രി ടേൺ എടുത്തു, വീണ്ടും ഒരു 90 ഡിഗ്രി ടേൺ, ദെൻ സ്റ്റെയർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദർ ഈസ് നോ സ്പേസ് ബിറ്റ്വീൻ ദ ഫ്ലൈറ്റ്. രണ്ട് ഫ്ലൈറ്റുകൾ തമ്മിലുള്ള ഒരു സ്പേസ്, ദർ ഈസ് നോ സ്പേസ്, ഓപ്പൺ സ്പേസ് ഇല്ല, 0 ആണ്, ഓപ്പൺ സ്പേസ് 0 ആണ്. അപ്പോൾ അത്തരം സ്റ്റെയർസിനെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർസ് എന്ന് പറയും. These stairs are useful where total width of the space available for the staircase is equal to twice the width of the steps. ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ റൂമിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ട്വൈസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്റ്റെപ്സ്. ഒരു രണ്ട് സ്റ്റെപ്സിൻ്റെ വിഡ്ത്തിൻ്റെ ഡബിൾ ആണെങ്കിലാണ് ഈ സ്റ്റെയർകേസ് യൂസ് ചെയ്യുന്നത്. This name is derived from its appearance in the sectional elevation. നമുക്ക് ജസ്റ്റ് നോക്കിയാൽ അറിയാം, സെക്ഷണൽ എലിവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ സെക്ഷണൽ എലിവേഷനിൽ അതിൻ്റെ ഒരു ഡോഗ് ലെഗ് പോലെ അതിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ്, അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് അതിന് ഈ പേര് വന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ. ഹാഫ് ടേൺ സ്റ്റെയറിലുള്ള സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റെയർ ദർ ഈസ് എ വെൽ ഓർ ഹോൾ ഓർ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ ഫ്ലൈറ്റ്സ് ഇൻ ദ പ്ലാൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ്, ഹോൾ ഓർ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ ഫ്ലൈറ്റ്സ് ഇൻ ദ പ്ലാൻ. നമുക്ക് പ്ലാനിൽ നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ വെൽ അല്ലെങ്കിൽ സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് ഫ്ലൈറ്റിൻ്റെ ഇടയിൽ ഒരു ഓപ്പൺ വെൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറയുന്നത്. This well may be rectangular or any geometrical shape and it can be used for fixing lift. ആ വെല്ലിൻ്റെ ഷേപ്പ്, ഓപ്പൺ വെല്ലിൻ്റെ ഷേപ്പ് ഏത് റെക്റ്റാങ്കുലർ ആണ് ജനറലി ഉണ്ടാവുക, ഇനി ജോമെട്രിക്കൽ ഷേപ്പുകളിലും ഉണ്ടാവാം. വിൻഡോസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ജോമെട്രിക്കൽ ഷേപ്പിലേക്ക് അത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലിഫ്റ്റൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ വെൽ മേ ബി വേരി ഫ്രം 15 സെൻറ്റിമീറ്റർ ടു 100 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വിഡ്ത്ത് വേരി ചെയ്യാം. അപ്പോൾ 15 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്നാണ് പറയാം. വെൻ സ്പേസ് ലെഫ്റ്റ് ഈസ് മോർ സ്മോൾ ഫ്ലൈറ്റ് കണ്ടെയ്നിങ് 2 to 4 steps ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ ക്വാർട്ടർ സ്പേസ് ലാൻഡിങ്. അപ്പോൾ ഓപ്പൺ വെൽ എന്ന് പറയുന്ന ഈ സ്പേസ്, ഓപ്പൺ വെൽ അല്ലെങ്കിൽ ഹോൾ എന്ന് പറയുന്ന ഈ സ്പേസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു ചെറിയ ഫ്ലൈറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രണ്ട് ഫ്ലൈറ്റിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്ലൈറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇത് സ്പേസ് കൂടുതലാണെങ്കിൽ. രണ്ട് തരം ഓപ്പൺ ന്യൂവൽ സ്റ്റെയർസ് ഉണ്ട്. ഒന്ന് വിത്ത് ഇൻ്റർമീഡിയറ്റ് ഫ്ലൈറ്റ്, ഇതിൻ്റെ ഇടയിൽ രണ്ട് ഫ്ലൈറ്റിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും. അതല്ലാതെ വിത്തൗട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്ലൈറ്റ്, ഇവിടെ ഫ്ലൈറ്റ് ഒന്നുമില്ല, ലാൻഡിങ് തന്നെയാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാത്ത ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും നമുക്ക് കാണാം. അപ്പോൾ ഒന്നുകൂടെ രണ്ട് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഹാഫ് ടേൺ സ്റ്റെയറും തമ്മിലുള്ള
ഡിഫറൻസ് കാണിക്കുന്നതാണ്. ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൽ നമുക്ക് കാണാം ഫ്ലൈറ്റുകൾ തമ്മിലിടയിൽ സ്പേസ് ഇല്ല. ബട്ട് ഓപ്പൺ ന്യൂവൽ സ്റ്റെയറിൽ രണ്ട് ഫ്ലൈറ്റുകൾ തമ്മിലുള്ള സ്പേസ് ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഓപ്പൺ വെൽ മേ ബി റെക്റ്റാങ്കുലർ ഇൻ ഷേപ്പ് ഓർ ഇൻ എനി ജോമെട്രിക്കൽ ഷേപ്പ്. വിൻഡോസൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എനി ജോമെട്രിക്കൽ ഷേപ്പിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഈ ഓപ്പൺ ജോമെട്രിക്കൽ വെൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് തന്നെ പറയാം. ഓപ്പൺ ന്യൂവൽ സ്റ്റെയറിലുള്ള മറ്റൊരു ടൈപ്പ് സ്റ്റെയർ ആണ് ജോമെട്രിക്കൽ സ്റ്റെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ഈ ഓപ്പൺ വെൽ എന്ന് പറയുന്നത് പല ജോമെട്രിക്കൽ ഷേപ്പിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സർക്കുലർ ഷേപ്പിലോ എലിപ്റ്റിക്കൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ് റെയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. എവിടെയെങ്കിലും ഷാർപ്പ് ടേൺ ഒന്നും ഉണ്ടാവില്ല. ഓപ്പൺ റെക്റ്റാങ്കുലർ വെല്ലിലൊക്കെ നമുക്ക് ഹാൻഡ് റെയിലിന് ഷാർപ്പ് ടേണിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ ജോമെട്രിക്കൽ വെല്ലിൽ ദർ ഇസ് നോ ഷാർപ്പ് ടേണിങ്. ഈ കൺസ്ട്രക്ഷൻ ഓഫ് ജോമെട്രിക്കൽ വെൽ റിക്വയർ കൺസിഡറബിൾ സ്കിൽ and it is found that the geometrical stair is weaker than the corresponding open newel stair. Open rectangular stair നെക്കാട്ടിലും weaker ആണ് open geometrical stair. Then last point is these stairs are useful where available space for staircase has a width greater than twice the width of the steps. അതായത് സ്റ്റെപ്പിൻ്റെ വിഡ്ത്തിൻ്റെ ഡബിളിനെക്കാട്ടിലും കൂടുതലായിരിക്കണം സ്റ്റെയർ കേസ് റൂമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അടുത്തത് ടേണിംഗ് സ്റ്റെയറിലുള്ള മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് 3/4 ടേൺ സ്റ്റെയർസ്. എ സ്റ്റെയർ ടേണിംഗ് ത്രൂ 3 റൈറ്റ് ആംഗിൾസ് ഈസ് നോൺ ആസ് എ 3/4 സ്റ്റെയർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഫ് ടേൺ സ്റ്റെയറിൽ രണ്ട് റൈറ്റ് ആംഗിൾ ടേൺ ആണ് എടുക്കുന്നത്. But in 3/4 turn stair there are 3 right angles turn. 3 90 degree ടേൺസുകൾ വരുന്നുണ്ട്. In this case an open well is formed. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഹാഫ് ടേൺ സ്റ്റെയറിൽ ഓപ്പൺ വെല്ല് ഫോം ചെയ്ത പോലെ ഇതിലും ഓപ്പൺ വെല്ല് ഫോം ചെയ്യുന്നുണ്ട്. This type of stair is used when the length of staircase is limited and when the vertical distance between the two floor is quite large. അതായത് ഒരു സ്റ്റെയർ കേസ് റൂമിൻ്റെ ലെങ്ത്ത് കുറവും വിഡ്ത്ത് കൂടുതലുമാണെങ്കിലാണ് ഇത്തരം സ്റ്റെയർസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ രണ്ട് ഫ്ലോറുകൾ തമ്മിലുള്ള ഹൈറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം 3/4 ടേൺ സ്റ്റെയർസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഒരു ഫിഗർ കാണാം. ഇതിൽ സ്റ്റെയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 90 ഡിഗ്രി ടേൺ എടുത്തു, സെക്കൻഡ് 90 ഡിഗ്രി ടേൺ, ദെൻ തേർഡ് 90 ഡിഗ്രി ടേൺ. അങ്ങനെ 3 റൈറ്റ് ആംഗിൾ ടേൺസുകൾ എടുക്കുന്നു. എ വെൽ ഈസ് ഫോംഡ്. ഇതിൻ്റെ ഇടയിലൊരു വെൽ ഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു ഇമേജസ് ആണ് 3/4 ടേൺ സ്റ്റെയറിൻ്റെ ഇമേജസ്. 1 ടേൺ, 2 ടേൺ ആൻഡ് 3 ടേൺ. 3 ടേൺ വരുന്നുണ്ട്. ഈ റൂമിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂടുതലാണ്, ബട്ട് ലെങ്ത്ത് കുറവാണ്. ദെൻ ടേണിംഗ് സ്റ്റെയറിലുള്ള 4th ക്ലാസിഫിക്കേഷൻ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറിൻ്റെ മറ്റൊരു രൂപമാണ്. ഇഫ് എ ക്വാർട്ടർ ടേൺ സ്റ്റെയർ ഈസ് ബ്രാഞ്ച്ഡ് ഇൻ ടു 2 ഫ്ലൈറ്റ്സ് അറ്റ് എ ലാൻഡിംഗ് ഇറ്റ് ഈസ് നോൺ ആസ് എ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. നമുക്ക് ഫിഗറിൽ കാണാം ഒരു ക്വാർട്ടർ ടേൺ സ്റ്റെയർ. നമ്മൾ നേരത്തെ ക്വാർട്ടർ ടേൺ സ്റ്റെയർ പറഞ്ഞ ഒറ്റ 90 ഡിഗ്രി ടേൺ മാത്രമേ ഉള്ളൂ. ഇതിൽ 2 ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറയും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പൊസിഷനിലെത്തുമ്പം 2 സൈഡിലേക്കും നേരെ 2 ഓപ്പോസിറ്റ് സൈഡിലേക്കും ബ്രാഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇത് താഴെയുള്ളത് അതിൻ്റെ പ്ലാൻ വ്യൂ, ഇതാണ് എലിവേഷൻ വ്യൂ. ഇതിലൂടെ എൻ്റർ ചെയ്ത് നമുക്ക് 2 സൈഡിലേക്ക് വേണമെങ്കിലും ടേൺ ചെയ്യാം. അപ്പോൾ അത്തരം സ്റ്റെയർസിന് പറയുന്ന പേരാണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പബ്ലിക് ബിൽഡിംഗ് നിയർ ദ എൻട്രൻസ് ഹാൾ. പബ്ലിക് ബിൽഡിംഗ് നമുക്കറിയാം, കോളേജുകളിലൊക്കെ നമുക്ക് കാണാം എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തരം സ്റ്റെയർസ് നമുക്ക് കാണാൻ പറ്റും. നേരെ നമ്മൾ ഇത്തരം സ്റ്റെയർസിലേക്കാണ് കയറുന്നത്. നേരെ എൻ്റർ ചെയ്തതിന് ശേഷം 2 സൈഡിലേക്കും നമുക്ക് ടേൺ ചെയ്യാം.
The stair has a wider flight at bottom with bifurcates into two narrower flights at the landing. അപ്പോൾ താഴെയുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വൈഡർ ആയിരിക്കും, കൂടുതൽ വിഡ്ത്ത് കൂടുതലായിരിക്കും. ദെൻ ബ്രാഞ്ച് ചെയ്യുന്ന രണ്ട് ഫ്ലൈറ്റുകളും വിഡ്ത്ത് കുറവുള്ള ഫ്ലൈറ്റുകളാണ്, നാരോവർ ഫ്ലൈറ്റുകളാണ്. താഴെ വിഡ്ത്ത് കൂടുതലുള്ള ഫ്ലൈറ്റും ദെൻ രണ്ട് സൈഡിലേക്കുള്ള ബ്രാഞ്ചസ് നാരോവർ അല്ലെങ്കിൽ വിഡ്ത്ത് കുറവുള്ള ഫ്ലൈറ്റുകളാണ്. അതതിൻ്റെ ഒരു ഇമേജാണ്. ഇവിടുന്ന് എൻ്റർ ചെയ്ത് രണ്ട് സൈഡിലേക്കും നമുക്ക് ബൈഫർക്കേറ്റ് ചെയ്ത് പോവാം. സ്റ്റെയർസിലെ തേർഡ് ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂസ് സ്റ്റെയർസ്. കണ്ടിന്യൂസ് സ്റ്റെയർസ് neither have any landing nor any intermediate newel post. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ലാൻഡിങ്ങോ അല്ലെങ്കിൽ ന്യൂവൽ പോസ്റ്റോ ഇല്ലാത്ത സ്റ്റെയർസാണ്. ന്യൂവൽ പോസ്റ്റ് മീൻസ് ദിസ് ഈസ് ദ വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ends ഓഫ് ദ ഫ്ലൈറ്റ്സ് ടു കണക്ട് ദ ends ഓഫ് ദ സ്ട്രിങ് ആൻഡ് ഹാൻഡ് റെയിൽസ്. അതായത് ഒരു ഫ്ലൈറ്റിൻ്റെ രണ്ട് എൻസിലും അതിൻ്റെ ഹാൻഡ് റെയിലും അതേപോലെ സ്ട്രിങ്സും കണക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറാണ്. ഹാൻഡ് റെയിൽ എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ദ ഇൻക്ലൈൻഡ് മെമ്പർ ഓഫ് എ സ്റ്റെയർ വിച്ച് സപ്പോർട്ട്സ് ദ എൻഡ്സ് ഓഫ് സ്റ്റെപ്സ് ഈസ് നോൺ ആസ് എ സ്ട്രിങ്. സ്റ്റെപ്പിൻ്റെ എൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ സ്റ്റെപ്പുകളുടെയും രണ്ട് എൻസുകളും സപ്പോർട്ട് ചെയ്യുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങുകളും ഹാൻഡ് റെയിലുകളും കണക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറാണ് ന്യൂവൽ പോസ്റ്റ്. ന്യൂവൽ പോസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ പിന്നെ അത് എൻഡ് ചെയ്യുന്ന ലാൻഡിങ്ങിൽ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ എൻഡിങ്ങിലൊക്കെയാണ് ന്യൂവൽ പോസ്റ്റുകൾ കൊടുക്കുന്നത്. There are two types of continuous stair: circular or spiral stair and helical stair. First one, circular or spiral stair. നെയിം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സർക്കുലർ ഷേപ്പ് ഇൻ പ്ലാൻ നോക്കുകയാണെങ്കിൽ ആ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് സർക്കുലർ ഷേപ്പിലായിരിക്കും. ദ സ്റ്റെപ്സ് ആർ റേഡിയേറ്റ് ഫ്രം ദ സെൻറ്റർ ആൻഡ് ദേ ഡു നോട്ട് ഹാവ് ഐദർ എനി ലാൻഡിങ് ഓർ എനി ഇൻ്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ്. അപ്പോൾ എല്ലാ സ്റ്റെപ്പുകളും ഒരു സെൻറ്റർ പോയിൻ്റിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഒരു സെൻറ്ററിൽ കണക്ഷൻ ഉണ്ടാവും, ആ സെൻറ്ററിൽ നിന്നാണ് ഓരോ സ്റ്റെപ്പുകളും റേഡിയേറ്റ് ചെയ്യുന്നത്. അത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇനി ലാൻഡിങ്ങോ അതേപോലെ ന്യൂവൽ പോസ്റ്റോ ഉണ്ടായിരിക്കുന്നതല്ല. Some of the important factors to be noted in connection with the circular stairs are: first one, the flight consists of windows only and they may be continued through any desired number of turns. അപ്പോൾ വിൻഡേഴ്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫ്ലൈറ്റിൽ വിൻഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള സ്റ്റെപ്സ് ഉണ്ടാവില്ല. വിൻഡേഴ്സ് അതായത് ടേപ്പറിങ് എൻഡുള്ള സ്റ്റെപ്പുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വിൻഡേഴ്സ് മാത്രമേ ഇത്തരം സ്റ്റെയറുകൾ ഉണ്ടാവുകയുള്ളൂ. എന്തിനാണ് വിൻഡേഴ്സ് കൊടുക്കുന്നത് വെച്ചാൽ സർക്കുലർ ഷേപ്പ് ആവുന്ന നേരം ടേണിങ്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വിൻഡേഴ്സ് കൊടുക്കണം. സർക്കുലർ ഓർ സ്പൈറൽ ഷേപ്പിലായിരിക്കും, അപ്പോൾ ടേണിങ്സിന് വേണ്ടിയിട്ട് വിൻഡേഴ്സ് കൊടുക്കണം. അതൊരു സെൻറ്റർ പോയിൻ്റ് ആയിട്ടായിരിക്കും ഈ സ്റ്റെപ്പുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് മേ ബി കൺസ്ട്രക്റ്റഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ മൈൽഡ് സ്റ്റീൽ ഓർ കോൺക്രീറ്റ്. ഈ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റെയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാസ്റ്റ് അയൺ കൊണ്ടോ മൈൽഡ് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ കൺസ്ട്രക്ട് ചെയ്യാം. ആൻഡ് സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആർ കോംപ്ലിക്കേറ്റഡ് ഇൻ നേച്ചർ. സപ്പോർട്ടുകളൊന്നും കൂടുതൽ കൊടുക്കാത്തത് കൊണ്ട്, സെൻറ്ററിൽ മാത്രം സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് സ്ട്രക്ചറൽ ഡിസൈനും കൺസ്ട്രക്ഷനും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. And for concrete spiral stairs, the steel reinforcement is heavy and formwork is complicated. This make the concrete spiral stairs are expensive. അതായത് കോൺക്രീറ്റ് സ്പൈറൽ സ്റ്റെയർസിന് നമ്മൾ പറഞ്ഞു അത് സെൻറ്ററിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ഹെവി ആയിരിക്കണം. ഒരു എൻഡിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ, ഒരു കാൻഡിലിവർ ആക്ഷൻ പോലെയാണ്. അപ്പോൾ നല്ല സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതിൻ്റെ ഫോം വർക്ക്, ഓരോ സ്റ്റെപ്പിനും ഫോം വർക്ക് കൊടുക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ദ കോർ ഓഫ് സ്പൈറൽ സ്റ്റെയർ മേ ബി സോളിഡ് ഓർ ഹോളോ ആൻഡ് ദ സ്റ്റെയർ മേ ബി പ്രൊവൈഡഡ് വിത്ത് സ്ട്രിങ്സ്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്സ് എല്ലാം സോളിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഹോളോ ആയിരിക്കും. ഹോളോ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നും ഇല്ലാത്ത സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യാം. മൈൽഡ് സ്റ്റീൽ കൊണ്ടൊക്കെ നമുക്ക് ഹോളോ സ്റ്റെപ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സോളിഡ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യാം.
മേ ബി പ്രൊവൈഡഡ് വിത്ത് സ്ട്രിങ്സ്. ചിലപ്പോൾ സ്ട്രിങ്സ് ഉണ്ടാവും. സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സിൻ്റെ എൻഡ് കണക്ട് ചെയ്യുന്ന ഇൻക്ലൈൻഡ് മെമ്പറാണ് എൻഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ സ്ട്രിങ്സ് ഉണ്ടാവും. സ്ട്രിങ്സ് ഇല്ലാതെയും സ്റ്റെപ്സ് കൊടുക്കുന്നുണ്ട്. The spiral stairs are useful where the space available is limited and where the traffic is less. Example, shops. സ്പൈറൽ സ്റ്റേഴ്സ് കൊടുക്കുന്നത് വളരെ ചുരുങ്ങിയ സ്പേസ് ഉള്ളിടത്തിലും അതേപോലെ ട്രാഫിക് നമ്പർ ഓഫ് പീപ്പിൾ യൂസിങ് സ്റ്റെപ്സ് വളരെ കുറവുള്ള സ്ഥലങ്ങളിലാണ് സ്പൈറൽ സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കാരണം ട്രാഫിക് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റെപ്സിന് റെയിൻഫോഴ്സ്മെൻറ്റും സ്റ്റീലൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രാഫിക് വളരെ കുറഞ്ഞ പീപ്പിൾ മാത്രം യൂസ് ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് സ്പൈറൽ സ്റ്റെയർസ് യൂസ് ചെയ്യാം. ഒരു സ്പൈറൽ സ്റ്റെയറിൻ്റെ ഫിഗറാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിൻഡേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്പൈറൽ ഓർ സർക്കുലർ ഷേപ്പിലാണ്. പ്ലാൻ നോക്കുന്നവരും ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും. ആൻഡ് ഹാൻഡ് റെയിൽസ് ആർ കണ്ടിന്യൂസ്. ഹാൻഡ് റെയിൽസ് എവിടെയും ന്യൂവൽ പോസ്റ്റുകളൊന്നുമില്ല, കണ്ടിന്യൂസ് ആണ്. അതേപോലെ ഓൾ സ്റ്റെപ്സ് ആർ കണക്റ്റഡ് ടു ദ സെൻറ്റർ. ഒരു സെൻറ്റർ സപ്പോർട്ടിലേക്കാണ് എല്ലാ സ്റ്റെപ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഹെലിക്കൽ സ്റ്റെയർ. ഹെലിക്കൽ സ്റ്റെയറിൻ്റെ പ്രത്യേകത ഇറ്റ്സ് സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. അതിൻ്റെ ഷേപ്പ് കാരണം, ഹെലിക്കൽ ഷേപ്പ് കാരണം അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനും ഫോം വർക്ക് ഡിസൈനും കൺസ്ട്രക്ഷനും ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. It is made up of RCC in which a larger portion of a steel is required to resist bending, shear and torsion. ഹെലിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് ബെൻഡിങ്, ഷിയർ, ടോർഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജർ പോർഷൻ ഓഫ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് ആണ്. അപ്പോൾ കൂടുതൽ റെയിൻഫോഴ്സ്മെൻറ്റ് വേണം. ആൻഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഷേപ്പ് ഇറ്റ് ഈസ് പോസിബിൾ ടു ബിൽഡ് 2 helical staircases while occupying the same vertical space, allowing two persons access to a staircase at the same time. നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഇതിൻ്റെ ഹെലിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് ഒരു ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് 2 സ്റ്റെയർ കേസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഒരു സ്റ്റെയർ കേസാണ് ഹെലിക്കൽ ഷേപ്പിൽ. സെക്കൻഡ് സ്റ്റെയർ കേസ്, മറ്റൊരു സ്റ്റെയർ കേസ് ഹെലിക്കൽ ഷേപ്പിലുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 2 സ്റ്റെയർ കേസുകൾ നമുക്ക് ഒരു സ്പേസിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് ഇതിലൂടെ ഒരു ഫ്ലോറിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫയർ എസ്കേപ്സുകളിലൊക്കെ ഇത്തരം സ്റ്റെയർസാണ് കൊടുക്കുന്നത്. ഒരേ സമയത്ത് ഒരുപാട് പേർക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റെയർസാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫയർ എസ്കേപ്സ് ആർ എ ഗുഡ് എക്സാമ്പിൾ ഡിസ്പ്ലേയിങ് ദ യൂസ് ഓഫ് ഡബിൾ ഹെലിക്കൽ സ്റ്റെയർ. ഇത്തരം 2 സ്റ്റെയർസ് കൊടുക്കുന്നതാണ് ഡബിൾ ഹെലിക്കൽ സ്റ്റെയർ എന്ന് പറയും. അപ്പോൾ ഫയർ എസ്കേപ്സുകളിലൊക്കെ ഇത്തരം സ്റ്റെയർസാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു സർക്കുലർ സ്പേസ് തന്നെ നമുക്ക് 2 സ്റ്റെയർസ് കൊടുക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഹെലിക്കൽ ഷേപ്പ് കാരണം കൊണ്ടാണ്. ഇനി സ്റ്റെയറിലുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയലാണ്. സ്റ്റെയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ബേസിൽ നമ്മൾ സ്റ്റെയറിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.